ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ബി.ജെ.പിയും യു.ഡി.എഫിനെയും വിട്ടിലാക്കിയ എൻ.എസ്.എസ്. അയ്യപ്പ സംഗമത്തിൽ നിന്ന് ബി.ജെ.പിയും യു.ഡി.എഫും വിട്ടുനിന്നത് ശരിയായില്ലെന്നാണ് എൻ.എസ്.എസിന്റെ നിലപാട്. ബദൽ സംഗമത്തിൽ നിന്ന് എൻ.എസ്.എസ് വിട്ടുനിന്നതും ബി.ജെ.പിക്ക് തിരിച്ചടിയായി. എൻ.എസ്.എസിനെ പ്രകോപിപ്പിക്കാതെ കരുതലോടെ മാത്രം മുന്നോട്ട് പോകാനാണ് യു.ഡി.എഫിന്റെ ആലോചന. അയ്യപ്പ സംഗമത്തിലെ എൻ.എസ്.എസിന്റെ പങ്കാളിത്തം നേട്ടമായാണ് എൽ.ഡി.എഫ് വിലയിരുത്തുന്നത്. എന്നാൽ എൻ.എസ്.എസ് പങ്കെടുത്തതിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്ന് രമേശിന്റെ നിലപാട്. അല്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശബരിമല ആയതുകൊണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അവരതിൽ പങ്കെടുത്തു എന്നുള്ളത്. എൻ.എസ്.എസിനോട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് യു.ഡി.എഫിനും കോൺഗ്രസിനും, ഒരു സംശയവുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയും എൻ.എസ്.എസ് എന്ന് നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാകും. സൈഫ് സൈനുലാബ്ദീൻ വീറുകൾ സൈഫ്, ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസ് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ഫോണിൽ സംസാരിക്കുമ്പോഴടക്കം ഈ പ്രതിസന്ധിയെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ വാചകത്തിലൂടെ അദ്ദേഹം നിസ്സാരവൽക്കരിക്കുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിനും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ചെറിയ ഒരു പ്രശ്നമല്ല കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞൊരു 9.5 വർഷത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി സമീപകാലത്തൊന്നും ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ ഉന്നയിച്ചിട്ടില്ല. കോൺഗ്രസിനോട് എല്ലാ കാലത്തും ചേർന്ന് നിന്നിട്ടുള്ള ആളാണ് എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അതാണ് അന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരാനിടയായ സാഹചര്യമടക്കം നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. സംസ്ഥാന സർക്കാരുമായി തെറ്റുന്നത് പല വിഷയങ്ങളുടെ പേരിലാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഈ നാമജപഘോഷയാത്ര സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. പരസ്യമായ നിലപാട് ആ വിഷയത്തിൽ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു. പിന്നീട് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സർക്കാരുമായി എല്ലാ ഘട്ടങ്ങളിലും പോരടിച്ചു നിന്നിട്ടുള്ള സംഘടനയാണ് എൻ.എസ്.എസ്. ആ എൻ.എസ്.എസ് ആണ് ഇപ്പോൾ ഒരു അയഞ്ഞ സമീപനം, ഒരു സമദൂരം വിട്ടു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി എത്തിച്ചേരുന്നത്. കോൺഗ്രസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ല എന്ന പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നു. ബി.ജെ.പി ഈ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ.എസ്.എസിന്റെ പ്രതിനിധി ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് 2 ദിവസം ത്തിന് ശേഷം സംഘപരിവാർ സംഘടിപ്പിച്ച ഒരു ബദൽ സംഗമമുണ്ട്. ആ പരിപാടിയിൽ എൻ.എസ്.എസ് പങ്കെടുക്കാതെ ഇരിക്കുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അവർ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ വിഷയത്തിന് ശേഷം അവർക്ക് വേണമെങ്കിൽ പ്രവേശിപ്പിക്കാമായിരുന്നു, അവർ ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല, അവരുടെ നിലപാട് ശരിയാണ് എന്ന തരത്തിലേക്ക് പരസ്യമായ പ്രതികരണത്തിലേക്ക് എത്തിച്ചേരുകയും കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ട, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്ന ഒരു വാചകം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ എൻ.എസ്.എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുതന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂനപക്ഷങ്ങളുമായി കോൺഗ്രസ് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതിലുള്ള കലിപ്പായിരിക്കാം ഒരുപക്ഷെ എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി കൊണ്ട് വാചകങ്ങൾ പറയിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണ്ട എന്ന് തോന്നുന്നു, അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മതി എന്ന പരസ്യമായി തന്നെ എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ യു.ഡി.എഫിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം അവസാനത്തോടു കൂടിയോ നവംബർ മാസം ആദ്യത്തോടു കൂടിയോ പ്രഖ്യാപിക്കുകയും ഏതാണ്ട് ഒരു 3 ഘട്ടമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അതിന് മാസങ്ങൾക്ക് മുമ്പ്, അത്രയും മാസങ്ങളില്ല എങ്കിലും ഒരു 10, 50, 60 ദിവസങ്ങൾക്ക് മുമ്പ് എൻ.എസ്.എസ് എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് യു.ഡി.എഫിനുള്ളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ബി.ജെ.പിക്കുള്ളിലും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി.